എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. നമ്മളിപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ തൊട്ട് ഉള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ് എന്നുള്ള സ്ഥാപനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വിസാസ് 482, 494 അങ്ങനെയുള്ള വിസാസിലാണ്. അവിടെ നേരത്തെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്പോൺസറുടെ കയ്യിൽ നിന്നും ജോലി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാനായിട്ടുള്ള ടൈം 60 ഡേയ്സ് ആയിരുന്നു. അതിപ്പം 180 ഡേയ്സ് ആയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ 180 ഡേയ്സിനകത്ത് നമുക്ക് വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാം, സൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയറെ കണ്ടുപിടിക്കാം. നമുക്ക് ആ സെയിം ഫീൽഡിലുള്ള ജോലി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വേറെ ഫീൽഡിലുള്ള ജോലി ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി വരെ തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ചേഞ്ചസ് എന്ന് പറയുന്ന ഈ എംപ്ലോയർ സ്പോൺസേഡ് വിസാസ് ആയ 482 വന്നിരിക്കുന്ന ചേഞ്ച് 23 നവംബർ 2024 23rd ഓഫ് നവംബർ 2024 തൊട്ട് എൻട്രി റിക്വയർമെൻറ്റ് 2 വർഷം ഫുൾ ടൈം എന്നുള്ളത് മാറി 1 വർഷം ഫുൾ ടൈം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 വർഷം ഫുൾ ടൈം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് സാലറിയുടെ ത്രഷോൾഡ് 482 അത് എംപ്ലോയർ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സാലറി നേരത്തെ ജൂലൈക്ക് മുമ്പ് 70,000 ആയിരുന്നു. അത് 73,150 ആക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പം ജൂലൈ കഴിഞ്ഞുള്ള അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ 485 അതായത് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് കിട്ടുന്ന 485 വിസയിലുള്ള ചേഞ്ചസാണ്. നേരത്തെ സ്ട്രീമിനെ എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് ഇപ്പം 2 സ്ട്രീം ആക്കിയിട്ടുണ്ട്. ഒന്ന് പോസ്റ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം എന്ന് പറയുന്ന ഒരെണ്ണവും, രണ്ടാമത് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം, 2 സ്ട്രീമാക്കി. അപ്പം ഈ 2 സ്ട്രീമിൽ ആദ്യത്തെ സ്ട്രീമിൽ നമ്മൾ ഡിഗ്രി, ഡിപ്ലോമ, ട്രേഡ് ക്വാളിഫിക്കേഷൻ എന്ത് പഠിച്ചാലും നമുക്ക് 485 കിട്ടും. പക്ഷേ നമ്മൾ പഠിക്കുന്ന കോഴ്സ് മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റിനകത്തുള്ള, അതായത് MLT SSL ലിസ്റ്റിനകത്തുള്ള ഒരു കോഴ്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് TR അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ TR എന്ന് പറയുന്നത് 485 വിസ. രണ്ടാമത്തെ വന്നിരിക്കുന്ന കേസ് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക്, ബാച്ചിലർ ഡിഗ്രി തൊട്ട് ഹയർ ഉള്ള പഠിക്കുന്നവർക്ക് പറ്റുന്ന പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം. അത് 2 വർഷം, അത് 3 വർഷത്തേക്ക്. മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് 3 വർഷം, ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് 2 വർഷം തൊട്ട് 3 വർഷം വരെ കിട്ടാറുണ്ട്, ഓരോ കേസ് ബൈ കേസിൽ. പിന്നെ വന്നിരിക്കുന്നത് ഈ 35 ഇയേഴ്സിൻ്റെ ഒരു ഏജ് ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. ഈ 2 വിസയ്ക്കും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺഷോറിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൺഷോറിലല്ല, അത് ഓൺഷോറിലേ പറ്റുള്ളൂ. 35 ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു പ്രോബ്ലമാണ് 35 ഇയേഴ്സ് ഏജ് ഉള്ളവർക്ക്. പിന്നെ ഈ അടുത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺഷോർ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ്. പണ്ട് നമുക്കിപ്പം എന്തെങ്കിലും ടൈം ബൈ ചെയ്യാനായിട്ടൊക്കെ എല്ലാവരും ഓൺഷോറിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഇടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തൊട്ട് നടക്കുകയില്ല. നമുക്ക് ഓഫ് ഷോറിൽ നിന്നുകൊണ്ട് വേണം സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഇടാനായിട്ട്. അത് പർട്ടിക്കുലർലി നമ്മൾ 485 വിസ നിൽക്കുന്ന ഒരാൾക്ക് പിന്നെ സ്റ്റുഡൻറ്റ് വിസ ഓൺഷോറിൽ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിസിറ്റർ വിസ വന്ന ഒരാൾക്കും ജൂലൈ തൊട്ട് ഓൺഷോർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കുള്ളിൽ നിന്നുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഉള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ വെളിയിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്പം നമ്മൾ നോക്കണം, ഓസ്ട്രേലിയയുടെ വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ റൈറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ലോങ് ടൈം ഒരു സ്റ്റേ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഒരു ഓൺഷോറിൽ നിന്നിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്ത് അത് റിഫ്യൂസൽ വന്നാലും അപ്പീൽ കൊടുത്തിട്ട് കുറേ നാൾ നിൽക്കാമല്ലോ. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഓഫ് ഷോറിലോട്ടാക്കിയത്. ഓഫ് ഷോറിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല, വിസ റിഫ്യൂസ് ആയെങ്കിൽ. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ചസ്, നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ചാർജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ജൂലൈ 1-ാം തീയതി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു $100, $150, $50 ചെറിയൊരു ചേഞ്ചസ് എല്ലാ വിസയിലും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വന്നിരിക്കുന്ന ചേഞ്ചസ്. അപ്പം ഇതിൽ 485 ഇപ്പോഴത്തെ ഞാൻ ഇന്നാളൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ മുന്നോട്ടുള്ള PR കിട്ടാനായിട്ട് ചാൻസസ് എപ്പോഴും ജോലി ആ സെയിം ഫീൽഡിൽ തന്നെ ഉള്ളവർക്കും അല്ലെങ്കിൽ ജോലി ഉള്ളവർക്കാണ് PRനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ അതായത് എംപ്ലോയർ സ്പോൺസേഡ് വിസയ്ക്കാണ് കൂടുതലും അലോക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റിൽ എംപ്ലോയർ സ്പോൺസേഡ് വിസയ്ക്കാണ് കൂടുതൽ അലോക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം 485 ഇപ്പം ഏജ് ആകുന്നവർ 35 ഇയേഴ്സ് ആകുന്നവർക്കൊക്കെ
അവർക്ക് മുന്നോട്ട് വേറെ വിസയ്ക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് ടെമ്പററി ഗ്രാജുവേറ്റ് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എംപ്ലോയർ റിലേറ്റഡ് ആയിട്ടുള്ള നേരത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്ത് ട്രെയിനിങ് വിസ അല്ലെങ്കിൽ പിന്നെ 482 അങ്ങനെയുള്ള വിസാസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്, പിന്നെ കേരളത്തിൽ കോട്ടയത്ത് ഞങ്ങളുടെ ബ്രാഞ്ചുണ്ട്. നന്ദി, നമസ്കാരം.